എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രയർ സ്റ്റഡി സീരീസിന്റെ 9ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. പലരുടെയും സംശയമാണ്, പ്രാർത്ഥന തുടങ്ങിയിട്ട് കാലമേറെയായി മറുപടി ലഭിക്കുന്നില്ല, അതുപോലെ വാഗ്ദത്തം ലഭിച്ചിട്ട് വർഷങ്ങളായി ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാമോ, ഒരു അധ്യാപകനും പരീക്ഷയ്ക്ക് മുൻപ് ചോദ്യപേപ്പറിൽ ഒരു ചോദ്യം ഒഴിവാക്കുന്നില്ല. അതിൽ വിഷമമുള്ളതും എളുപ്പമുള്ളതുമായ ചോദ്യങ്ങൾ ഉണ്ടാവാം. ആ അധ്യാപകൻ തന്നെയാണ് ക്ലാസ് എടുത്തതും ചോദ്യപേപ്പർ തയ്യാറാക്കിയതും പരീക്ഷ നടത്തുന്നതും എല്ലാം. അതുകൊണ്ട് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്ന് ചിലപ്പോൾ കുട്ടികൾക്ക് തോന്നിയേക്കാം. പക്ഷേ അധ്യാപകൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പകരം വിദ്യാർത്ഥികളെ പരീക്ഷകൾ എഴുതുവാൻ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത്. ഇക്കാര്യം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയാൽ ദൈവത്തിനെതിരെയുള്ള പെരുറുമ്പ മത്സരങ്ങളും ഒഴിവാക്കാമായിരുന്നു. മിക്കവാറും എല്ലാവരുടെയും പ്രാർത്ഥന, പിതാവേ, ഈ കഷ്ടതകളും ഈ പ്രയാസങ്ങളും ഒന്ന് മാറ്റി എന്നെ നിന്റെ വാഗ്ദത്ത പ്രകാരം ഒന്ന് ഉയർത്തണമേ എന്നായിരിക്കും. ഓർമ്മിക്കുക, പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ മറുപടി നിന്റെ എല്ലാ പ്രശ്നങ്ങളും അപ്രത്യക്ഷമാക്കുക എന്നല്ല, നിന്നെ ദൈവം അനുഗ്രഹിക്കുന്ന വിധത്തിൽ ലക്ഷ്യത്തിൽ എത്തിക്കാൻ വേണ്ടി പ്രാപ്തനാക്കുകയാണ്, അല്ലെങ്കിൽ പ്രാപ്തിയാക്കുകയാണ് ചെയ്യുന്നത്. ഇത് തെളിയിക്കാൻ വേണ്ടി ഞാൻ ബൈബിളിൽ നിന്നും ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് താല്പര്യപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 5 മുതൽ 11 വരെ വാക്യങ്ങൾ. യോസഫിന് 17-ാമത്തെ വയസ്സിൽ അവന്റെ ഭാവിയെക്കുറിച്ച് 2 സ്വപ്നങ്ങൾ അവന് ദൈവം കൊടുത്തു. അക്കാര്യം യോസഫ് തന്റെ സഹോദരന്മാരെ അറിയിച്ചു. ഞാനൊരു സ്വപ്നം കണ്ടു, നമ്മൾ വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ എന്റെ കറ്റ എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ കറ്റകൾ എഴുന്നേറ്റ് ചുറ്റുനിന്ന് എന്റെ കറ്റയെ നമസ്കരിച്ചു. ജോസഫ് മറ്റൊരു സ്വപ്നം കണ്ടു, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. സഹോദരന്മാരെ ജോസഫിനെ തന്റെ സഹോദരന്മാർ ഏറ്റവും പകച്ചു. അപ്പൻ യാക്കോബ്, ഞാനും നിന്റെ അമ്മയും സഹോദരങ്ങളും നിന്നെ സാഷ്ടാംഗം വീട് നിന്നെ നമസ്കരിക്കാൻ വരുമോ? എന്നാൽ യാക്കോബ് അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 13 വർഷങ്ങളുടെ കാത്തിരിപ്പ് ജോസഫിന് വേണ്ടി വന്നു. ഈ സന്ദേശം നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇതുപോലെ കാത്തിരിക്കുകയായിരിക്കാം. ചിലരുടെ ചിന്ത ദൈവശബ്ദം കേട്ടാൽ ഉടനെ കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ്. അതായത് മനുഷ്യൻ ലക്ഷ്യം മാത്രം കാണുമ്പോൾ ദൈവം ആ ലക്ഷ്യത്തിലേക്ക് നിന്നെ എത്തിക്കുവാനുള്ള നിന്നെ പ്രാപ്തനാക്കുകയാണ്, അഥവാ പ്രാപ്തയാക്കുകയാണ്, അഥവാ നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. സ്വപ്നം കേട്ടപ്പോൾ സഹോദരന്മാർ ജോസഫിനെ വെറുത്തു. ഉൽപ്പത്തി പുസ്തകം 32:8. അവർ അവനെ കൊല്ലാൻ ആലോചിച്ചു. ഉൽപ്പത്തി 32:18. പൊട്ടക്കിണറ്റിലിട്ടു. ഉൽപ്പത്തി 32:24. ഗിലെയാദിൽ നിന്ന് സാമ്രാണിയും സുഗന്ധപശയും അതുപോലെ സന്നിധായകവുമായി വരുന്ന ഇസ്മായേലി കച്ചവടക്കാർക്ക് അവർ ഈജിപ്തിലേക്ക് പോവുകയായിരുന്നു. അവർക്ക് 20 വെള്ളിക്കാശിന് ജോസഫിനെ വിറ്റു. ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ പദ്ധതിക്ക് തുടക്കം കുറിക്കുമ്പോൾ എതിർപ്പുകൾ ഉയരും എന്നുള്ള കാര്യം മറന്നു പോകരുത്. നിങ്ങളെ അകാരണമായി സഹോദരങ്ങളോ ബന്ധുമിത്രാദികളോ എതിർക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ വാഗ്ദാനത്തിന്മേൽ ദൈവിക പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കണം. യോസഫ് ഈജിപ്തിൽ ഫറവോന്റെ ഉദ്യോഗസ്ഥനായ പൊത്തിഫറിന്റെ ത്തിൽ അവിടെ അടിമജോലി ചെയ്യാൻ ആരംഭിച്ചു. എന്നാൽ പൊത്തിഫറിന്റെ ഭാര്യ കള്ളക്കുറ്റം ചുമത്തി യോസഫ് നിരപരാധിയായിട്ടും അവൻ